Hello everyone, differential geometry session 5 theorem of maximal integral curve. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റഗ്രൽ കർവിനായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറം ആണ്. നമുക്കതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. Theorem. Let x bar be a smooth vector field on an open set U subset of R raised to n plus 1 and let P belongs to U. Then there exists an open interval I containing 0 and an integral curve alpha of 0 equal to P if beta from I dash to I tilde to U is an other integral curve of x bar with beta of 0 equal to P, then I tilde subset of I and beta of t equal to alpha of t for all t belongs to I tilde. അതായത് എക്സ് ബാർ ഒരു സ്മൂത്ത് വെക്റ്റർ ഫീൽഡ് ആണ് ഒരു ഓൺ ആൻഡ് ഓപ്പൺ സെറ്റ് യു സബ്സെറ്റ് ഓഫ് ആർ ഈസ് ടു എൻ പ്ലസ് 1 ആൻഡ് പി എന്ന് പറയുന്നത് യുവിലെ ഒരു പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കണ്ടെയ്നിങ് 0 ആൻഡ് ആൻ ഇൻ്റഗ്രൽ കർവ്, ഒരു ഇൻ്റഗ്രൽ കർവ് ഉണ്ടായിരിക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ആൽഫ ഓഫ് 0 ഈക്വൽ ടു പി എന്നുള്ള കണ്ടീഷൻ. ആൻഡ് ഒരു കണ്ടീഷൻ കൂടി, അതായത് ഇപ്പോൾ വേറൊരു ഇൻ്റഗ്രൽ കർവ് ഉണ്ട് ഐ ടിൽഡയിൽ നിന്ന് യുവിലേക്ക്. അതൊരു അനദർ ഇൻ്റഗ്രൽ കർവ് ആണ് എക്സ് ബാറിൻ്റെ വിത്ത് അത് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്? ബീറ്റ ഓഫ് 0 ഈക്വൽ ടു പി. അങ്ങനെയാണെങ്കിൽ ഐ ടിൽഡ എന്ന് പറയുന്നത് സബ്സെറ്റ് ആയിരിക്കും ഐൻ്റെ ആൻഡ് ബീറ്റ ഓഫ് ടിയും ആൽഫ ഓഫ് ടിയും സെയിം ആയിരിക്കും ഫോർ ഓൾ ടി ബിലോങ്സ് ടു ഐ ടിൽഡ. സോ നമുക്ക് കാണിക്കേണ്ടത് ഒരു ഇൻ്റർവെൽ ഉണ്ട് ഐ കണ്ടെയ്നിങ് 0, പിന്നെ ഒരു ഇൻ്റഗ്രൽ കർവ് ഉണ്ട് ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, ഇവിടെ ഒരു റിമാർക്ക് നോക്കുക. ദ ഇൻ്റഗ്രൽ കർവ് ആൽഫ ഈസ് കോൾഡ് ദ മാക്സിമൽ ഇൻ്റഗ്രൽ curve of x through p or simply the integral curve of x through p. അതായത് ഇവിടുത്തെ ആൽഫയെ നമുക്ക് മാക്സിമൽ ഇൻ്റഗ്രൽ കർവ് ഓഫ് എക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സിംപ്ലി ദ ഇൻ്റഗ്രൽ കർവ് ഓഫ് എക്സ് ത്രൂ പി എന്നും പറയാം. ഓക്കെ, പ്രൂഫിലേക്ക് പോവാം. അതായത് എക്സ് ബാർ ഓഫ് പി ഈക്വൽ ടു പി എക്സ് ഓഫ് പി. നമുക്കറിയാം ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ ഫോം ഇങ്ങനെയാണ് നമുക്കറിയാം. സോ പി ഈക്വൽ ടു എക്സ് ഓഫ് പി, അതായത് എക്സ് ഓഫ് പി എന്താണ്? അസോസിയേറ്റഡ് ഫംഗ്ഷൻ ആണ്. എക്സ് ഓഫ് പിനെ നമുക്ക് എക്സ് വൺ ഓഫ് പി, എക്സ് ടു ഓഫ് പി, എക്സിട്ര എക്സ് എൻ പ്ലസ് 1 ഓഫ് പി എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം എക്സ് ഓഫ് പി യുവിൽ നിന്ന് യു സബ്സെറ്റ് ഓഫ് ആർ ഐസ് ടു എൻ പ്ലസ് 1ൽ നിന്ന് ആർ ഐസ് ടു എൻ പ്ലസ് 1ലേക്കുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്കതിനെ എക്സ് വൺ ഓഫ് പി, എക്സ് ടു ഓഫ് പി, എക്സിട്ര എക്സ് എൻ പ്ലസ് 1 ഓഫ് പി എന്നുള്ള രീതിയിൽ എഴുതാം. സോ എക്സ് ബാർ ഓഫ് പിനെ നമ്മൾ ഈ രീതിയിൽ എഴുതി. വേർ ദ എക്സ് ഐ ഫ്രം യു ടു ആർ ആർ സ്മൂത്ത് ഫങ്ഷൻസ് ഓൺ യു. കാരണം നമുക്ക് തിയറത്തിൽ തന്നിട്ടുണ്ട് എന്താ എക്സ് ബാർ വെക്റ്റർ ഫീൽഡ് സ്മൂത്ത് ആണെന്ന്. വെക്റ്റർ ഫീൽഡ് സ്മൂത്ത് ആണെങ്കിൽ അസോസിയേറ്റഡ്, എപ്പോഴാണ് വെക്റ്റർ ഫീൽഡ് സ്മൂത്ത് ആവുക? അസോസിയേറ്റഡ് ഫംഗ്ഷൻ സ്മൂത്ത് ആകുമ്പോൾ. ദെർഫോർ ഈ എക്സ് ഐകളെല്ലാം സ്മൂത്ത് ആയിരിക്കും. വേർ ദ എക്സ് ഐ ഫ്രം യു ടു ആർ ആർ സ്മൂത്ത് ഫങ്ഷൻസ് ഓൺ യു. A parameterized curve alpha from I to r raised to n plus 1 as the form alpha of t. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്മൂത്ത് എന്താണ് പാരാമെട്രൈസ്ഡ് കർവ്, ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം എന്നൊക്കെ പാരാമെട്രൈസ്ഡ് കർവിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ a parameterized curve alpha from I to r raised to n plus 1 as the form alpha of t equal to x1 of t, etc. xn plus 1 of t, where the xi from I to r are smooth functions on I ആണ്. അതുകൊണ്ട് എന്താണ്? ആൽഫ സ്മൂത്ത് ആണ്. സോ ഈ എക്സ് ഐകളെല്ലാം സ്മൂത്ത് ആയിരിക്കും ഓൺ ഐ. ദ വെലോസിറ്റി ഓഫ് ആൽഫ ഈസ്, നമുക്കറിയാം വെലോസിറ്റി എങ്ങനെയാണ്? ആൽഫ ഡോട്ട് ഓഫ് ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അത് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഈക്വൽ ടു ആൽഫ ഓഫ് ടി dx1 of t by dt etc. dxn plus 1 of t by dt. The requirement that alpha be an integral curve of x says that alpha dot of t equal to x bar of alpha of t or x bar of alpha of t equal to alpha dot of t. അതായത് ഒന്നുമില്ല, വെലോസിറ്റി വെക്ടറിന്റെ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് ആൽഫ ഡോട്ട് ഓഫ് ടി
ഇങ്ങനെ എഴുതാൻ സാധിക്കും. നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? ആൽഫ ഒരു ഇന്റഗ്രൽ കർവ് ആണെന്ന് കാണിക്കണം. സോ ഇന്റഗ്രൽ കർവ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? എക്സ് ബാർ ഓഫ് ആൽഫ, ഒന്നാമത്തെ കണ്ടീഷൻ ആൽഫ ഓഫ് ടി ഇവിടെ ഉണ്ടായിരിക്കണം, യുവിൽ ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി ഈക്വൽ ടു ആൽഫ ഡോട്ട് ഓഫ് ടി. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം അത് എഴുതി. ഇനി നോക്കുക, എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി, എക്സ് ബാർ ഓഫ് പി എന്താണ്? പി എക്സ് ഓഫ് പി ആണ്. അത് ഈക്വൽ ടു പി എക്സ് വൺ ഓഫ് പി, എക്സ് ടു ഓഫ് പി, എക്സെട്ര എക്സ് എൻ പ്ലസ് വൺ ഓഫ് പി ആണ്. അപ്പോൾ എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി എന്തായിരിക്കും? ആൽഫ ഓഫ് ടി എക്സ് ബാർ ആൽഫ ഓഫ് ടി എക്സ് ഓഫ് ആൽഫ ഓഫ് ടി ആയിരിക്കും. അതായത് ആൽഫ ഓഫ് ടി എക്സ് വൺ ഓഫ് ആൽഫ ഓഫ് ടി, എക്സ് ടു ഓഫ് ആൽഫ ഓഫ് ടി, എക്സെട്ര എക്സ് എൻ പ്ലസ് വൺ ഓഫ് ആൽഫ ഓഫ് ടി. ആൽഫ ഓഫ് ടി എന്താണ്? എക്സ് വൺ ഓഫ് ടി, എക്സ് ടു ഓഫ് ടി, എക്സെട്ര എക്സ് എൻ പ്ലസ് വൺ ഓഫ് ടി എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. സോ എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഓഫ് ടി എക്സ് വൺ ഓഫ് ആൽഫ ഓഫ് ടി എന്നാണ് നമ്മൾ പറഞ്ഞത്. ആൽഫ ഓഫ് ടി എന്താണ്? എക്സ് വൺ ഓഫ് ടി, എക്സെട്ര എക്സ് എൻ പ്ലസ് വൺ ഓഫ് ടി ആണ്. അതേപോലെ തന്നെ എക്സ് ടു ഓഫ് എക്സ് വൺ ഓഫ് ടി, എക്സെട്ര എക്സ് എൻ പ്ലസ് വൺ ഓഫ് ടി എഴുതാം. അങ്ങനെ എക്സെട്ര എക്സ് എൻ പ്ലസ് വൺ ഓഫ് എക്സ് വൺ ഓഫ് ടി, എക്സ് ടു ഓഫ് ടി, എക്സെട്ര എക്സ് എൻ പ്ലസ് വൺ ഓഫ് ടി. ഓക്കെ, എക്സ് ബാർ ഓഫ് ആൽഫ ഓഫ് ടി നമ്മൾ എഴുതി. ദിസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ ഇംപ്ലൈസ് ആണ്. അപ്പോൾ ഇനി ആൽഫ ഡോട്ട് ഓഫ് ടി എന്താണെന്നും കൂടി നമുക്ക് എഴുതണം, ആർ എച്ച് എസ്. സോ ആൽഫ ഡോട്ട് ഓഫ് ടി എന്താണ് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആൽഫ ഓഫ് ടി ഡി എക്സ് വൺ ഓഫ് ടി ബൈ ഡി ടി എക്സെട്ര ഡി ബൈ ഡി ടി ഓഫ് എക്സ് എൻ പ്ലസ് വൺ ഓഫ് ടി. ഇങ്ങനെ എഴുതി. ഇക്വേഷൻ നമ്പർ 1. We have to find a function alpha from I to u. Alpha is an integral curve of x bar and alpha of 0 equal to p. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എക്സ് ബാറിന്റെ ഒരു ഇന്റഗ്രൽ കർവ് ആയിട്ടുള്ള ആൽഫ കണ്ടുപിടിക്കണം. അത് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ആൽഫ ഓഫ് 0 ഈക്വൽ ടു പി ആക്കണം. പിന്നെന്താണ്? ആൽഫ ഓഫ് ടി യുവിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ ആൽഫ ഫ്രം ഐ ടു യുവിലേക്കുള്ള ഒരു ഇന്റഗ്രൽ കർവ് കണ്ടുപിടിക്കണം എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. സോ ആൽഫ ഓഫ് 0 ഈക്വൽ ടു പി, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് വൺ ഓഫ് 0, എക്സ് ടു ഓഫ് 0, എക്സെട്ര എക്സ് എൻ പ്ലസ് വൺ ഓഫ് 0. പിന്നെ നമുക്ക് പി വൺ പി ടു എക്സെട്ര പി എൻ പ്ലസ് വൺ എന്നുള്ള രീതിയിൽ എഴുതാം. സോ ഇത് രണ്ടും കൂടി ഈ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കുക. അപ്പോൾ നമ്മളത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് വൺ ഓഫ് ടി എക്സെട്ര എക്സ് എൻ പ്ലസ് വൺ ഓഫ് ടി ഈക്വൽ ടു ഡി എക്സ് വൺ ഓഫ് ടി ബൈ ഡി ടി. അതേപോലെ തന്നെ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇവിടെ. ഡി എക്സ് വൺ ഓഫ് ടി ബൈ ഡി ടി, എക്സ് വൺ ഓഫ് ടി എക്സെട്ര എക്സ് എൻ പ്ലസ് വൺ ഓഫ് ടി, അതേപോലെ തന്നെ ഡി ബൈ ഡി ടി എക്സ് ടു ഓഫ് ടി എഴുതുക. അങ്ങനെ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓൾറെഡി ഇവിടെ നമ്മൾ 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡി എക്സ് വൺ ഓഫ് ടി ബൈ ഡി ടി എഴുതി, ഡി എക്സ് ടു ഓഫ് ടി ബൈ ഡി ടി എഴുതി, അങ്ങനെ എക്സ് എൻ പ്ലസ് വൺ വരെ നമ്മൾ എഴുതി. ഓക്കെ, this is a system of n plus 1 first order ordinary differential equations in n plus 1 unknowns. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ്. ഇതിൽ n plus 1 ഇക്വേഷൻസ് ഉണ്ട്. അത് ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇവിടെ n plus 1 അൺനോൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ പ്ലസ് വൺ ഓഫ് ടി. അതൊക്കെയാണ് അൺനോൺസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ബൈ ദ എക്സിസ്റ്റൻസ് തിയറം ഫോർ ദ സൊല്യൂഷൻസ് ഓഫ് സച്ച് ഇക്വേഷൻസ്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ്, അതാണ് ഇവിടെ പറയുന്നത്. ബൈ ദ എക്സിസ്റ്റൻസ് തിയറം ഫോർ ദ സൊല്യൂഷൻസ് ഓഫ് സച്ച് ഇക്വേഷൻ there exists an open interval I1 about 0 and set xi I1 to R of smooth function satisfying this system subject to the initial conditions xi of 0 equal to pi for I belongs to 1 to etc n plus 1 where p equal to p1 p2 etc pn plus 1. അതായത് ഈ എക്സിസ്റ്റൻസ് തിയറം ഫോർ ദ സൊല്യൂഷൻ പ്രകാരം, ബൈ ദ എക്സിസ്റ്റൻസ് തിയറം ഫോർ ദ സൊല്യൂഷൻ ഓഫ് ദി സച്ച് ഇക്വേഷൻ, നമുക്ക് ഈ സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ നമ്മുടെ അൺനോൺസ് ഏതൊക്കെയാണ്? എക്സ് വൺ ഓഫ് ടി, എക്സ് ടു ഓഫ് ടി, അങ്ങനെ ഈ എക്സൈകളാണ് നമ്മുടെ അൺനോൺസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ ഒരു ഇൻ്റർവെൽ ഉണ്ടായിരിക്കും I1 about 0 ആൻഡ് നമുക്ക് ഈ xi ഫ്രം I1 to R ഓർ സ്മൂത്ത് ഫംഗ്ഷൻ ഈ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള
സ്മൂത്ത് ഫങ്ഷൻസ് അതായത് എക്സ് ഐകളും കിട്ടും എന്നാണ് ഈ എക്സിസ്റ്റൻസ് തിയറം പ്രകാരം നമുക്ക് പറയാൻ സാധിക്കുക. സോ അതാണ് ഈ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഐ ഓഫ് 0 ഈക്വൽ ടു പി ഐ. അതായത് ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ്? P1 P2 എക്സെട്ര Pn പ്ലസ് 1 ആണ്. ഈ എക്സ് ഐ ഓഫ് 0 ഈക്വൽ ടു പി ഐ പറഞ്ഞത് ഇവിടെ നിന്നാണ് കേട്ടോ. അതായത് ആൽഫ ഓഫ് 0 ഈക്വൽ ടു പി ആണ്. അതായത് x1 ഓഫ് 0 x2 ഓഫ് 0 എക്സെട്ര xn പ്ലസ് 1 ഓഫ് 0 പി, അതായത് P1 P2 എക്സെട്ര Pn പ്ലസ് 1. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ x1 ഓഫ് 0 P1 x2 ഓഫ് 0 P2 അങ്ങനെ. അപ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് എഴുതുമ്പോൾ എക്സ് ഐ ഓഫ് 0 ഈക്വൽ ടു പി ഐ എന്ന് എഴുതിയതാണ്. അതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. സെറ്റിംഗ് ബീറ്റ 1 ഓഫ് ടി ഈക്വൽ ടു നമ്മുടെ ഈ ഫംഗ്ഷൻസിനെ സൊല്യൂഷൻ, അതായത് ഈ x1 ഓഫ് ടി x2 ഓഫ് ടി എക്സെട്ര xn പ്ലസ് 1 ഓഫ് ടിനെ സെറ്റ് ചെയ്യുക. അങ്ങനെ ബീറ്റ 1 ഓഫ് ടി ഈക്വൽ ടു x1 ഓഫ് ടി x2 of t etc xn plus 1 of t. For this choice of functions yields an integral curve beta 1 from I1 to u of x with a beta 1 of 0 equal to p since beta 1 of t satisfy 1. അതായത് നമ്മൾ കിട്ടിയിരിക്കുന്ന ആ ഫങ്ഷൻസുകൾ, അതായത് x1 of t എക്സെട്ര xn പ്ലസ് 1 of tനെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ബീറ്റ 1 of t ഈക്വൽ ടു ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബീറ്റ 1 എന്ന് പറയുന്നത് I1ൽ നിന്ന് യുവിലേക്കുള്ള ഒരു ഇന്റഗ്രൽ കർവ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് ബീറ്റ 1 ഇവിടെ ടി ആണ്, അതായത് I1ൽ നിന്ന് യുവിലേക്കുള്ള രീതിയിൽ കിട്ടും എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഈ x1 ഓഫ് ടി എക്സെട്ര xn പ്ലസ് 1 ഓഫ് ടി എന്ന് പറയുന്നത് നമ്മളുടെ ആ സിസ്റ്റം, നമ്മൾ എഴുതിയിരിക്കുന്ന ആ സിസ്റ്റത്തിന്റെ സൊല്യൂഷനാണ്. ഏത് സിസ്റ്റത്തിന്റെ? ഇതിന്റെ സൊല്യൂഷനാണ്. അതായത് ആ സിസ്റ്റം എന്താണ്? നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ, അതായത് ആൽഫ ഈസ് ആൻ ഇന്റഗ്രൽ കർവ് ഓഫ് എക്സ് ബാർ ആൽഫ ഓഫ് 0 ഈക്വൽ ടു പി, ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ കിട്ടും എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഈ x1 ഓഫ് ടി x2 ഓഫ് ടി എക്സെട്ര xn പ്ലസ് 1 ഓഫ് ടി ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞു. അതാണ് ഈ x1 ഓഫ് ടി x2 ഓഫ് ടി എക്സെട്ര xn പ്ലസ് 1 ഓഫ് ടി സൊല്യൂഷൻ. ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ആ ഫങ്ഷൻസ് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് x1 x2 എക്സെട്ര xn പ്ലസ് 1 ഓഫ് ടികൾ കിട്ടും. അതായത് നമുക്കൊരു ഇന്റഗ്രൽ കർവ് ഉണ്ടായിരിക്കും എക്സ് ബാറിന്റെ ആൽഫ ഓഫ് 0 ഈക്വൽ ടു പി ആൻഡ് ഈ ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. അപ്പം നമ്മൾ ബീറ്റേനെ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റഗ്രൽ കർവ് ആയിരിക്കും. നമ്മൾ നേരത്തെ ഇപ്പോൾ ആ സിസ്റ്റം എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞത് എക്സിസ്റ്റൻസ് തിയറം ഫോർ ദ സൊല്യൂഷൻ ഓഫ് സച്ച് ആൻ ഇക്വേഷൻസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബൈ ദ യുണീക്നെസ് തിയറം ഫോർ ദ സൊല്യൂഷൻസ് ഓഫ് ഫസ്റ്റ് ഓർഡർ ordinary differential equations, if xi bar from I to r is another set of functions satisfy the system together with the initial conditions xi tilde of 0 equal to pi, then xi bar of t equal to xi of t for all t belongs to I1 intersection I2. ഒന്നുമില്ല, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ ഒരു സൊല്യൂഷൻ സെറ്റ് നമുക്ക് കിട്ടും ഫങ്ഷൻസ് ആയിട്ട്, അതായത് എക്സ് ഐകൾ കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു. ആ സൊല്യൂഷൻ എല്ലാം സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ വേറൊരു സൊല്യൂഷൻ സെറ്റ് ഉണ്ടെങ്കിൽ എക്സ് ഐ ബാർ ഫ്രം I to R, അങ്ങനത്തെ ഒരു n+1 ഫങ്ഷൻസ് ആ സിസ്റ്റം സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അങ്ങനെ ഒരു സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ബൈ ദ അങ്ങനത്തെ ആ സൊല്യൂഷന്റെ യുണീക്നെസ് തിയറപ്രകാരം, നമ്മൾ എക്സിസ്റ്റൻസ് തിയറം പറഞ്ഞു, ഇനി യുണീക്നെസ് തിയറപ്രകാരം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. ഇഫ് xi tilde from I to R is another set of functions satisfy the system 1, നമ്മൾ എഴുതിയിരിക്കുന്ന സിസ്റ്റം ടുഗെദർ വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ, അതേ ഇനീഷ്യൽ കണ്ടീഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? യുണീക്നെസ് തിയറപ്രകാരം xi tilde of t equal to xi of t ആയിരിക്കും for all t belongs to I1 intersection I2. ആദ്യം നമ്മൾ ജസ്റ്റ് എക്സിസ്റ്റൻസ് തിയറം കൊടുത്തു സൊല്യൂഷന്റെ, പിന്നെ നമ്മൾ യുണീക്നെസ് തിയറം ജസ്റ്റ് പറഞ്ഞു. എന്നിട്ട് ഈ കാര്യങ്ങൾ ഇതുവരെ എഴുതി സെറ്റാക്കി. ഇനി അടുത്തത് പറയുന്നത് ഇൻ അതർ വേഴ്സ് ഇഫ് ബീറ്റ 2, അവിടെ നമുക്ക് x1 ഓഫ് ടി x2 ഓഫ് ടി എക്സെട്ര xn പ്ലസ് 1 ഓഫ് ടി കിട്ടിയപ്പോൾ നമ്മളതിനെ ബീറ്റ 1 ഓഫ് ടി ആയിട്ട് സെറ്റ് ചെയ്ത് ബീറ്റ 1 ഇന്റഗ്രൽ കർവ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് xi tilde ഫ്രം I to R കിട്ടിയിട്ടുണ്ടായിരുന്നു ഫങ്ഷൻസ്.
അപ്പോൾ അതിനെ നമ്മൾ ബീറ്റ 2 ആയിട്ട് കൊടുക്കുക. ബീറ്റ 2 ഓഫ് ടി ഈക്വൽ ടു നേരത്തെ അവിടെ x1 ഓഫ് ടി x2 ഓഫ് ടി എക്സെട്ര എഴുതിയ പോലെ ഇവിടെ ബീറ്റ 2 ഓഫ് ടി ഈക്വൽ ടു x1 ബാർ ഓഫ് ടി x1 ടിൽഡ ഓഫ് ടി x2 ഓഫ് ടിൽഡ ഓഫ് ടി അങ്ങനെ xn പ്ലസ് 1 ടിൽഡ ഓഫ് ടി എഴുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബീറ്റ 2 നമുക്ക് എന്ത് പറയാം? ഇഫ് ബീറ്റ 2 I2 നിന്ന് യുവിലേക്കുള്ള അനദർ ഇന്റഗ്രൽ കർവ് ആയിരിക്കും ഓഫ് x വിത്ത് ബീറ്റ 2 ഓഫ് 0 ഈക്വൽ ടു പി. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു xi ബാർ ഓഫ് ടി ഈക്വൽ ടു xi ടിൽഡ ഓഫ് ടി ഈക്വൽ ടു xi ഓഫ് ടി ഫോർ ഓൾ ടി ബിലോങ്സ് ടു I1 ഇന്റർസെക്ഷൻ I2. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണത് ബീറ്റ 1 ഓഫ് ടി ഈക്വൽ ടു ബീറ്റ 2 ഓഫ് ടി ഫോർ ഓൾ ടി ബിലോങ്സ് ടു I1 intersection I2. Okay. It follows from this that there is a unique maximal integral curve alpha of x with alpha of 0 equal to p, and that if beta from I tilde to u is any other integral curve of x with beta of 0 equal to p, then beta is simply the restriction of alpha to the smaller interval I tilde. ഓക്കെ, നമ്മൾ ആദ്യം നമുക്കൊരു ബീറ്റ 1 കിട്ടി, പിന്നെ ബീറ്റ 2 കിട്ടി, ഇന്റഗ്രൽ കർവ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. അതായത് ബീറ്റ 1 ഓഫ് ടി ഈക്വൽ ടു ബീറ്റ 2 ഓഫ് ടി ഫോർ ഓൾ ടി ബിലോങ്സ് ടു I1 ഇന്റർസെക്ഷൻ ആയിട്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ എന്താണ്? നമ്മൾ രണ്ട് ഇന്റഗ്രൽ കർവ്സ് നമുക്ക് കിട്ടി, അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഫോളോസ് ഫ്രം ദിസ് ദാറ്റ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു യുണീക് മാക്സിമൽ ഇന്റഗ്രൽ കർവ് ആൽഫ ഉണ്ടായിരിക്കും എക്സിന്റെ വിത്ത് ആൽഫ ഓഫ് 0 ഈക്വൽ ടു പി. ആ ഇനീഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു യുണീക് മാക്സിമൽ ഇന്റഗ്രൽ കർവ് ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് ഇഫ് ബീറ്റ ഫ്രം ഐ ടിൽഡ ടു യു ഈസ് എനി അതർ ഇന്റഗ്രൽ കർവ് ഓഫ് എക്സ് വിത്ത് ബീറ്റ ഓഫ് 0 ഈക്വൽ ടു പി, അതായത് ആൽഫയുടെ അതേ ഇനീഷ്യൽ കണ്ടീഷൻ ഇതും ഈ ബീറ്റയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീറ്റ 1 ഓഫ് ടി ഈക്വൽ ടു ബീറ്റ 2 ഓഫ് ടി ഫോർ ഓൾ ടി ബിലോങ്സ് ടു I1 ഇന്റർസെക്ഷൻ I2. ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മാക്സിമൽ ഇന്റഗ്രൽ കർവ് ആൽഫ കിട്ടും എക്സിന്റെ എക്സ് ബാറിന്റെ, അതായത് വെക്റ്റർ ഫീൽഡിന്റെ. അപ്പോൾ വേറൊരു ഇന്റഗ്രൽ കർവ് ഉണ്ടെങ്കിൽ ബീറ്റ ഉണ്ടെങ്കിൽ ആ ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? സിംപ്ലി ദ റെസ്ട്രിക്ഷൻ ഓഫ് ആൽഫ ടു ദ സ്മോളർ ഇന്റർവൽ I tilde ആയിരിക്കും. അത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതാണ് ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ തിയറം ഇവിടെ കഴിഞ്ഞു. നമുക്കൊരു ഇന്റർവെൽ I കിട്ടും 0നെ കണ്ടെയ്ൻ ചെയ്യുന്നത്, പിന്നെ ഒരു ഇന്റഗ്രൽ കർവ് കിട്ടും ആൽഫ ഓഫ് 0 ഈക്വൽ ടു പി ആക്കുന്ന രീതിയിൽ. വേറൊരു ഇന്റഗ്രൽ കർവ് ഉണ്ടെങ്കിൽ അത് ഈ ആൽഫയുടെ റെസ്ട്രിക്ഷൻ ആയിരിക്കും ടു ദ സ്മോളർ ഇന്റർവെൽ I tilde എന്നാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, താങ്ക് യു.